വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 10ാം ക്ലാസ്സുകാരൻ മരിച്ചു. താമരശ്ശേരി ചുങ്കം പാറോലക്കുന്ന് സ്വദേശി ഇക്ബാലിന്റെ മകൻ മുഹമ്മദ് ഷഹബാസാണ് മരിച്ചത്. സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ ഫെയർവെല്ലിനോടനുബന്ധിച്ച് നടന്ന പരിപാടിയെ തുടർന്നുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷഹബാസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. രാത്രി 12:30 മരണം സ്ഥിരീകരിച്ചത്. അതിനിടെ അക്രമി സംഘത്തിൽപ്പെട്ടവരുടെ ഇൻസ്റ്റാഗ്രാം ചാറ്റും പുറത്തായി. ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും, അവന്റെ കണ്ണുപോയി നോക്കൂ എന്നും അവരല്ലേ ഇങ്ങോട്ട് അടിക്കാൻ വന്നതെന്നും കേസൊന്നും ഉണ്ടാകില്ല എന്നും വിദ്യാർത്ഥികൾ പറയുന്ന ഞെട്ടിക്കുന്ന വോയിസ് ചാറ്റാണ് പുറത്തുവന്നത്. പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞു, ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തല് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. ഏട്ടാ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഒരേ ഇങ്ങോട്ട് വന്നത് അതിന് ഇവരൊന്നും ഇല്ല വെച്ചാൽ നാഫീനല്ല വെച്ചത്. 2 ദിവസം കേട്ടാ നെടുമ്പാല ചേരുന്നു. ഫൈസൽ, വളരെ സങ്കടകരമായ കാര്യമാണ്. കാരണം ചെറിയൊരു പ്രശ്നത്തിനാണ് ഇന്നലെ അത്രയധികം വലിയ കലഹത്തിലേക്ക് അത് പോവുകയും ഇന്നലെ ICUവിലെ വിദ്യാർത്ഥിയെ പ്രവേശിപ്പിക്കേണ്ടി വരികയും ചെയ്തിരിക്കുന്നത്. മരണകാരണമായിട്ട് ആശുപത്രിയിൽ നിന്ന് അറിയുന്ന വിവരങ്ങൾ എന്താണ്? ഈ ചാറ്റ്, ഈ വോയിസ് വളരെ ഞെട്ടലുണ്ടാക്കുന്നതാണ്. കൊല്ലും എന്ന് പറയുകയും ആ തരത്തിൽ പോയി ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത അവസ്ഥ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ പരിശോധിക്കേണ്ട കാര്യം കൂടിയാണ്. എന്താണ് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ? ആശുപത്രിയിൽ നിന്നുള്ള പ്രാഥമിക വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വിവരങ്ങൾ തേടുന്നതേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട എന്തായാലും സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. താമരശ്ശേരി വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിലെ 16-കാരൻ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. നമുക്കറിയാം, ഇന്നലെ മുതൽ തന്നെ നമ്മൾ ഈ വിഷയം വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്തരം സംഘർഷങ്ങൾ വർദ്ധിക്കുകയും അത് എത്ര ലാഘവത്തോടെയാണ് അവർ കാണുന്നതെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. നമ്മളിപ്പോ ഈ വോയിസ് ചാറ്റിൽ കേട്ടതുപോലെ തന്നെ കൂട്ടത്തിലല്ലാണ് മരിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ കേസൊന്നും നിലനിൽക്കില്ല എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഈ പറയുന്ന വിദ്യാർത്ഥികൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഒരു കേവലം 16 വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്തരം ടെൻഡൻസികൾ വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും ഗൗരവമായി കാണേണ്ട ഒരു വിഷയം. കൂട്ടത്തിലുള്ള ഒരുത്തരെ തല്ലി ICUവിലാക്കിയിട്ട് പോലും അവർ ഈ പറയുന്ന വാക്കുകൾ എത്രത്തോളം ഗൗരവമാണ്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് എത്രത്തോളം പേടിപ്പെടുത്തുന്ന തരത്തിലാണ് ഈ വാക്കുകൾ ഈ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പറയുന്നത് എന്നത് നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ വാർത്ത നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് വളരെ നിസ്സാരമായി തുടങ്ങിയ ഒരു പ്രശ്നം ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടമാവാൻ കാരണമായിരിക്കുന്നു എന്നുള്ളതാണ്. ഫെയർവെല്ലുമായി ബന്ധപ്പെട്ട് ട്യൂഷൻ സെന്ററിലെ ഫെയർവെല്ലുമായി ബന്ധപ്പെട്ട് ഒരു എന്റെ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഒരു പരിപാടി മൊബൈൽ തകരാറ് കാരണം നിന്നു പോവുകയും അത് കൂകി വിളിക്കുകയാണ്. മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികൾ അത് കൂകി വിളിച്ച് ചോദ്യം ചെയ്തിൽ തുടങ്ങിയ ഒരു പ്രശ്നം, ഒരു 10ാം ക്ലാസ്സുകാരന്റെ ഒരു ജീവിതം, അവന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. വിദ്യാർത്ഥികളുടെ ആ ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ ഇത്തരത്തിൽ പക വീട്ടുന്നതിന് വേണ്ടി അവർ പ്രത്യേകം വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി, അതിനുവേണ്ടി മാത്രം ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വിദ്യാർത്ഥികൾ പരസ്പരം പോരടിക്കുന്ന ഒരു സാഹചര്യം, അതും താമരശ്ശേരിയിലെ പൊതുമധ്യത്തിൽ വെച്ച് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുന്നു. അതിലൊരു വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ഇന്ന് രാത്രി 12-ഓടെ ഈ വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ അത്തരത്തിൽ ആ നഷ്ടപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ ഈ ICU കിടക്കുന്ന സമയത്ത് ഇവർ പറയുന്ന ഈ വാക്കുകളാണ് നമ്മൾ അതിനേക്കാൾ ഏറെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം. വളരെ ലാഘവത്തോടെ, അല്ലെങ്കിൽ അതിന്റെ ഒരു കൂസലമില്ലാതെ ഇത്രയും സീരിയസ് ആയിട്ടൊരു വിദ്യാർത്ഥി ICUവിൽ കിടക്കുമ്പോൾ പോലും അവരുടെ മനസ്സിൽ നിന്ന് വരുന്നത്, അവരുടെ വാക്കുകൾ എന്ന് പറയുന്നത് നമ്മളൊക്കെ അതിലെ പേടിപ്പെടുത്തുന്ന തരത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ ഈ ഇടയായി നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്ന ഇത്തരം നീചമായ അല്ലെങ്കിൽ കൊലപാതക പരമ്പരയുടെ ഒരാൾ കൂടി ഇരയായിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഇതിൽ ഈ അക്രമി സംഘത്തെ, ഈ അക്രമികളായ വിദ്യാർത്ഥികളെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് അതിൽ അന്വേഷണം എങ്ങനെയായിരുന്നു നടക്കുന്നത്? ഇനിയിപ്പോ ആ വകുപ്പുകളെല്ലാം മാറി എന്തൊക്കെ വകുപ്പുകളായിരിക്കും ചേർക്കുക? അന്വേഷണത്തിന്റെ വിവരങ്ങൾ കൂടി. ഇന്നലെ 5 വിദ്യാർത്ഥികളെയാണ് താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 5 വിദ്യാർത്ഥികളുമായി ഈ പറയുന്ന ഈ ട്യൂഷൻ സെന്ററിന് സമീപത്ത് വെച്ച് തെളിവെടുപ്പും ഫോറൻസിക് സംഘത്തിന്റെ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ തെളിവെടുപ്പൊക്കെ നടന്നിരുന്നു. വൈകിട്ടോടുകൂടി ഈ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾക്കൊപ്പം ഈ വിദ്യാർത്ഥികളെ വിട്ടയക്കുകയാണ് ചെയ്തത്. ഇന്നലെ രാത്രിയാണ് ഈ ഒരു മരണം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി പോലീസിന്റെ പ്രൊസീജിയർ എന്താണെന്നുള്ളത് ഇനി FIR ഒക്കെ ഇട്ട്
ഈ ഒരു രാവിലെ ഒരു 7 മണിയോട് കൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ വിവരങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥിയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്തായാലും ഒരു 7 മണിയോട് കൂടി തന്നെ പോലീസും ഇതുമായി അന്വേഷണവുമായി ബന്ധപ്പെട്ട് മറ്റുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ 5 വിദ്യാർത്ഥികളെയായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. ആ വിദ്യാർത്ഥികളെ തെളിവെടുപ്പിന് ശേഷം വിട്ടയക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം വിദ്യാർത്ഥിയുടെ മരണം സംഭവിച്ചിരിക്കുന്നു. ഇനി കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസിന്റെ ഗതി മാറും, അന്വേഷണത്തിന്റെ രീതി മാറും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ ഇൻസ്റ്റഗ്രാം ചാറ്റ് ഒക്കെ പുറത്തു വന്നതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായിക്കൊണ്ട് തന്നെ ആയിരിക്കും പോലീസ് ഈ വിഷയം കൈകാര്യം ചെയ്തത്. ഇന്നലെ തന്നെ അത് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുമായി ഇപ്പൊ ഈ ഒരു മരണം കൂടി സ്ഥിരീകരിച്ചതോടെ കൂടുതൽ ഊർജിതമായിക്കൊണ്ടുള്ള ഒരു അന്വേഷണം തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുക. ഇതിൽ ഈ ഗ്രൂപ്പ് ചാറ്റ് കാണുമ്പോൾ മനസ്സിലാവും, കണ്ണൊക്കെ പോയി നോക്കുക എന്ന് പറയുമ്പോൾ കണ്ണൊക്കെ ഇടിച്ച് നശിപ്പിച്ച അവസ്ഥയിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തലക്കേറ്റ പരിക്കൊക്കെ ആയിരിക്കാം ഇതിലേക്ക് നയിച്ചിട്ടുണ്ടാവും. അപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലൊക്കെ നമുക്ക് മരണകാരണം അറിയാൻ സാധിക്കുകയുള്ളൂ. എപ്പോഴായിരിക്കും അത്തരം നടപടികളിലേക്ക് ആശുപത്രി കടക്കുന്നത്? 12 മണിയോട് കൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥിക്ക് കാര്യമായി തന്നെ പരിക്കേറ്റുണ്ട്. പക്ഷേ ഇന്നലെ നമുക്ക് കിട്ടിയ ഒരു പ്രാഥമിക വിവരം അനുസരിച്ച് പുറത്തേക്ക് ഈ കുട്ടിയുടെ പരിക്കുകളൊന്നും തന്നെ കാണപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു വിവരം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വിദ്യാർത്ഥിയുടെ മരണം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏത് തരത്തിലാണ് ഈ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റത്, ഏതൊക്കെ ഭാഗത്ത് മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും നമുക്കൊരു വ്യക്തതയില്ലായിരുന്നു. ഈ വോയിസ് ചാറ്റിൽ പറയുന്നത് പോലെ കണ്ണൊക്കെ പോയി നോക്കി എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി പ്രത്യക്ഷത്തിൽ ഇന്നലെ നമുക്ക് കിട്ടിയ പ്രാഥമിക വിവരം അനുസരിച്ച് ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമായിരുന്നില്ല. എന്നിരുന്നാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ, മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഫൈസൽ, ഇതിപ്പോ MJ സ്കൂളിലെ വിദ്യാർത്ഥിയല്ലേ കൊല്ലപ്പെട്ടിരിക്കുന്നത്? കാരാടി സ്കൂളിലെ അല്ലെ? MJ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വർദ്ധിച്ചത് അല്ലെ? അങ്ങനെയല്ല, MJ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഈ കൊല്ലപ്പെട്ടത്. ഇന്നലെ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും തമ്മിലാണ് ഈ ഒരു സംഘർഷം ഉണ്ടാകുന്നത്. ഇതിൽ ആ കുട്ടി തന്നെ പറയുന്നുണ്ട്, ഇങ്ങോട്ട് വന്ന് അടിച്ചതല്ലേ, പിന്നെ എങ്ങനെയാണ് കേസ് നിൽക്കുക എന്നൊരു ചോദിക്കുന്നുണ്ട്. അതൊരു അവരുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഞായറാഴ്ച, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞായറാഴ്ചയാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഈ MJ ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾ തന്നെയാണ് ഈ സംഘം ചേർന്ന് ഇവരെ മർദ്ദിക്കുന്നതിന് വേണ്ടി താമരശ്ശേരിയിൽ എത്തി. ഈ മർദ്ദിക്കുന്നതിന് വേണ്ടി എത്തിയ കുട്ടി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. ഇത് ആരൊക്കെയാണ് എന്നുള്ളൊരു ഡീറ്റെയിൽസ് ഉണ്ടോ? കാരണം ഇന്നലെ നമ്മൾ ഇവരുടെ പേരുവിവരങ്ങളൊന്നും പുറത്തു വിട്ടിരുന്നില്ല. ഈ അക്രമി സംഘത്തിൽ എന്ന് തന്നെ അവരെ വിളിക്കണമെന്ന് തോന്നുന്നു. കാരണം ഒരാളുടെ മരണത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിലായിരിക്കണമല്ലോ ആക്രമണം നടന്നിട്ടുണ്ടാവുക. ഇത് ആരൊക്കെയാണ്, എവിടെയുള്ള വിദ്യാർത്ഥികളാണ്? തന്നെ അത്തരം വിവരങ്ങളൊന്നും തന്നെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഈ കുട്ടികൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിലൊന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഈ ഒരു സംഭവം നടന്ന ഇന്നലെ കുട്ടികളെ കസ്റ്റഡിയിലെടുത്തു, അവരെ വിട്ടയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും വിവരങ്ങളൊക്കെ തന്നെ വരും മണിക്കൂറിൽ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ കുട്ടികൾ മൈനറാണ്, അപ്പോൾ അതിന്റെ ഒരു പ്രായോഗിക പ്രശ്നം കൂടി ഇതിൽ നിലനിൽക്കുന്നുണ്ട്. യെസ്, ആശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഈ മരണവുമായി, അതായത് മരണകാരണവുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെ? മരണകാരണവുമായി എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരാതെ നമുക്കൊന്നും വ്യക്തമായി പറയാൻ കഴിയില്ല. ആശുപത്രി അധികൃതരും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു മരണവുമായി 12 മണിക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് മരണകാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നാണ്, അറിയാൻ കഴിയുക എന്നാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്.